നമസ്കാരം. 1985 ഓഗസ്റ്റ് 8 മക്കാവുവിലെ ഹാക്സ ബീച്ച് പതുപോലെ ശരിക്കും ശബ്ദമുഖരിതമാണ്. ഹാക്സ ബീച്ചിന്റെ സമീപത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ റെസ്റ്റോറൻറ്റുകളിൽ നല്ല തിരക്കാണ്. ബീച്ചിൽ ഇഷ്ടംപോലെ കുട്ടികളും മുതിർന്ന ആളുകളൊക്കെ കളിക്കുകയാണ്. സ്കൂബ ഡൈവിങ്ങിൽ താല്പര്യമുള്ള അനവധി ആളുകളും അവിടെയുണ്ട്. മക്കാവുവിലെ മിക്കവാറും എല്ലാ ബീച്ചുകളും ഏതാണ്ട് ഇതേ ശൈലിയിലാണ്. ഹാക്സ ബീച്ച് പ്രത്യേകിച്ച് സ്കൂബ ഡൈവിങ്ങിന് പേരുകെട്ട സ്ഥലവുമാണ്. സ്കൂബ ഡൈവിങ്ങിൽ ഇഷ്ടമുള്ള ചെറുപ്പക്കാർ കടലിലേക്ക് ഒന്ന് ചാടി. ഈ കാഴ്ച കാണാനായി അനവധി ആളുകളും ആ കടൽത്തീരത്തുണ്ട്. കടലിലേക്ക് ചാടിയ ആ സ്കൂബ ഡൈവേഴ്സ് അല്പസമയം കഴിഞ്ഞ് മുകളിലേക്ക് പൊങ്ങി വന്നപ്പോൾ അതിൽ ഒരാള് അവരെ പാസ് ചെയ്ത് പോകുന്ന ഒരു ചാക്ക് കണ്ടു. കടലിൽ ശരിക്കും തിരയടിക്കുമ്പോൾ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. പക്ഷെ ആ ചാക്ക് അവനിലൊരു കൗതുകം ഉണ്ടാക്കിയപ്പോൾ അവൻ ആ ചാക്കിൽ പിടിച്ച് അത് വലിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. കരയിലേക്ക് ആ ചാക്ക് വലിച്ചു കൊണ്ടുവന്ന നിമിഷത്തിൽ അനവധി ആളുകൾ ആ ഭാഗത്തേക്ക് ഓടി വന്നു. എന്താണ് ചാക്കിലെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അവിടെ ഓടി വന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. ആ ചാക്കിന്റെ കെട്ടഴിച്ചപ്പോൾ ആ സ്കൂബ ഡൈവറും അയാൾക്കൊപ്പമുള്ള ആളുകളും കാണികളായി ഓടിയെത്തിയ ആളുകളും അറിയാതെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോവുകയാണ്. ആ ചാക്കിനകത്തുള്ളത് മനുഷ്യന്റെ കൈയും കാലും ഒക്കെയാണ്. വിവരമറിഞ്ഞ് മക്കാവു പോലീസ് സ്ഥലത്തെത്തി. ഹാക്സ മേഖല ശരിക്കും ടൂറിസ്റ്റുകൾ വരുന്ന മേഖല ആയതുകൊണ്ട് എല്ലാ സമയത്തും അവിടെ ഹൈവേയിൽ പോലീസ് ഉണ്ടാവും. ആ പോലീസ് ആ ചാക്ക് സൂക്ഷ്മമായി പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞപ്പോൾ പോലീസ് ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. കടലിൽ കൂടി ഇഷ്ടംപോലെ കപ്പലുകൾ പോകുന്നുണ്ടാവും. ഏതെങ്കിലും കടൽ കൊള്ളക്കാരുമായി ആ കപ്പലുകളിലുള്ള ആളുകൾ ഏറ്റുമുട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശൈലിയിൽ കടലിനുള്ളിൽ വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളെ വെട്ടിയരിഞ്ഞ് കടലിലേക്ക് തള്ളിയതാകും. തിരയടിച്ച് അത് കരയിലെത്തിയതാകും. പോലീസ് ആ നിഗമനം നാട്ടുകാരോട് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും ചാക്ക് അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലേക്കും തുടർന്ന് മോർച്ചറിയിലേക്കും കൊണ്ടുപോവുകയും അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബീച്ചിലുണ്ടായിരുന്ന ആളുകൾ ശരിക്കും അമ്പരപ്പോടെ അവിടെ അടിഞ്ഞുകൂടിയ ചില സാധനങ്ങളിലേക്ക് നോക്കുകയാണ്. ഇപ്പോൾ കരയിലേക്ക് അടിച്ചു കയറിയിരിക്കുന്നത് മനുഷ്യന്റെ കൈപ്പത്തിയും ശരീരത്തിലെ മറ്റു ചില ഭാഗങ്ങളൊക്കെയാണ്. വിവരമറിഞ്ഞ് വീണ്ടും പോലീസ് എത്തി. കഴിഞ്ഞ പ്രാവശ്യം അവർ കണ്ട അതേ വ്യക്തിയുടെ ബാക്കി ഭാഗങ്ങളാവും കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറിയതെന്ന് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ ആ കാഴ്ച സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നാട്ടുകാർക്കും പോലീസ് തന്നെയുള്ള ആളുകൾക്കും മറ്റൊരു സംശയം വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ ബോഡിയുടെ പാർട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാണുന്ന ആ ഭാഗങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ ഫ്രഷ്നെസ് ഇപ്പോഴത്തെ ആ ശരീരഭാഗങ്ങൾക്കുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒരുപോലെ അത്തരമൊരു സംശയം വന്നതും ഫോറൻസിക് വിദഗ്ധരെ കൂടി അവിടേക്ക് എത്തിച്ചു. അവർ ശരീരഭാഗങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയ്ക്ക് ശേഷം ഫോറൻസിക്കാർ പോലീസിനോട് പറഞ്ഞത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരാളുടെ ശരീരഭാഗമല്ല, 3-4 വ്യക്തികളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. കടലിനുള്ളിൽ വെച്ച് അതിഭീകരമായ ഒരു സംഘടനം ആരെങ്കിലും തമ്മിൽ നടന്നു കാണും. അതിന്റെ ഫലമായി കൊല്ലപ്പെട്ട ആളുകളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞത് ഘട്ടം ഘട്ടമായി കരയിലേക്ക് അടിയുന്നതാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഫോറൻസിക്കാരും അതുപോലെ പോലീസും നാട്ടുകാരും ഒക്കെ എത്തുന്നുണ്ട്. ഫോറൻസിക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ശരീരഭാഗങ്ങളുടെ ബാക്കി കൂടി ചിലപ്പോൾ അടിയാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത്. ശരിക്കും ഷാർപ്പായിട്ടുള്ള എന്തോ ഓബ്ജക്റ്റ് വെച്ചാണ് ഈ ശരീരഭാഗങ്ങൾ മുറിച്ചിരിക്കുന്നത്. നല്ല മൂർച്ചയുള്ള നല്ല ബലമുള്ള കത്തി ഉപയോഗിച്ച് വെട്ടി നുറുക്കിയ ശൈലിയിലാണ് ആ ശരീരഭാഗങ്ങൾ എന്നാണ് ഫോറൻസിക്കാർ പറയുന്നത്. ഈ സംഭവം സ്വാഭാവികമായിട്ടും മീഡിയയുടെ ശ്രദ്ധയപ്പെട്ടു. മീഡിയ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റി. ഹാക്സ ബീച്ചിൽ അസ്വാഭാവികമായ സാഹചര്യത്തിൽ അടിഞ്ഞുകൂടിയ ആ ബോഡി പാർട്സുകൾ പോലീസ് പറയുന്നത് പോലെ കടലിനുള്ളിൽ വെച്ച് നടന്ന ഒരു സംഘടനയുടെ ഭാഗമായി ഉണ്ടായത് അല്ല എന്നുള്ള ശൈലിയിലായി മാധ്യമങ്ങളുടെ അവതരണം. ആരോ കൊന്നിട്ട് വെട്ടിനുറുക്കി കടലിൽ തള്ളിയതാണ്. അങ്ങനെയാണ് മാധ്യമങ്ങൾ ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ ആ ശൈലിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മിസ്സിംഗ് കേസുകൾ ഒന്നൊന്നായി പരിശോധിച്ചു തുടങ്ങി. കാണാതെ പോയ ആളുകളുടെ വിവരങ്ങൾ പോലീസിന്റെ കേസ് ഫയലിലുണ്ട്. ആ കാണാതെ പോയ ആളുകളുടെ ബോഡികളുമായി
ഹാക്സ കടൽത്തീരത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ആ പാർട്ടുകൾക്ക് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ പോലീസ് നടത്തിയത്. ആശാവഹമായ ഒരു റിസൾട്ടും പോലീസിന് കിട്ടിയില്ല. ഈ സംഭവം മാധ്യമങ്ങൾ ആദ്യത്തെ 3-4 ദിവസം വളരെ സജീവമായ വാർത്തകൾ വഴി നിലനിർത്തിയിരുന്നെങ്കിലും ക്രമേണ ആ വിഷയത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ആ വിഷയവുമായി ബന്ധിപ്പിച്ച് പുതിയതായി ഒന്നും ലഭിക്കാതെ വന്നതുകൊണ്ട് മാധ്യമങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതായി. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോഴാണ് മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. ഹാക്സ ബീച്ചിൽ തന്നെയുള്ള അനവധി കടകളിൽ ഒരു കടയിൽ ആളുകൾ ഇഷ്ടം പോലെ വരുന്നതിനെ കുറിച്ചാണ് ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിച്ചു തുടങ്ങിയത്. 8 ഇമ്മോർട്ടൽ എന്ന ഹോട്ടലിൽ വൻ തിരക്കാണ്. അവിടുന്ന് ആഹാരം കഴിക്കാൻ ഹാക്സ ബീച്ചിൽ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കും. അവിടെ പെട്ടെന്ന് ആള് കൂടാനുള്ള കാരണം അവിടെ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമാണ്. പോർക്ക് ബൺ എന്ന് പേരുള്ള ഒരു സാധനം. പന്നിയുടെ ഇറച്ചി കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ബണ്ണാണ്. പക്ഷെ അത് ശരിക്കും ടേസ്റ്റിയാണ്, അതേസമയത്ത് ജ്യൂസിയുമാണ്. വാർത്തയിൽ ആ കടയുടെ ഓണറെ കുറിച്ചുള്ള സൂചനകളുണ്ട്. ആ കടയുടെ ഓണറുടെ പേര് ഹുവാൻ എന്നാണ്. ഹുവാൻ തന്റെ കടയെക്കുറിച്ച് ആ ലേഖകനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ആ ലേഖകൻ വാർത്തയുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ വാർത്ത വായിച്ച ചില ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. അവർ പോലീസിനോട് പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്. ഈ ഹുവാൻ അല്ല ആ 8 ഇമ്മോർട്ടലിന്റെ ഉടമയെന്നാണ് ആ ആളുകളൊക്കെ പോലീസിനോട് പറയുന്നത്. ആളുകളുടെ അഭിപ്രായത്തിൽ 8 ഇമ്മോർട്ടലിന്റെ ഉടമ ഷെങ്ലിയാണ്. ഷെങ്ലി ഉടമയായിട്ടുള്ള 8 ഇമ്മോർട്ടൽ എങ്ങനെ ഹുവാന്റെ സ്വന്തമാകും? അതാണ് ആളുകളുടെ ചോദ്യം. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ പോലീസ് ഹുവാനെ വിളിച്ചു. ഹുവാൻ പോലീസ് വിളിച്ചനുസരിച്ച് സ്റ്റേഷനിലെത്തി. 8 ഇമ്മോർട്ടൽ എന്നുള്ള ആ ഹോട്ടലിന്റെ ഉടമ ഷെങ്ലി അല്ലേ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അല്ല എന്ന ഉത്തരമാണ് ഹുവാൻ നൽകിയത്. ഹുവാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു ഡോക്യുമെന്റ് പോലീസിനെ കാണിക്കുകയും ചെയ്തു. ഷെങ്ലി ആ ഹോട്ടൽ ഹുവാന് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഡോക്യുമെന്റ് ആണ് അയാൾ പോലീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചത്. ഹുവാൻ ആ ഡോക്യുമെന്റുകൾ പ്രദർശിപ്പിച്ചപ്പോൾ പോലീസിന്റെ അടുത്ത് പരാതിയുമായി എത്തി നിന്ന ആളുകൾ ഹുവാനോട് ആ നിർണായകമായി ചോദ്യം ചോദിച്ചു. എവിടെ ഷെങ്ലി? ആ 8 ഇമ്മോർട്ടൽ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കടയാണ്. 8 ഇമ്മോർട്ടലിന്റെ ഉടമ ഷെങ്ലി അല്ല ഷുവാൻ ആണെന്ന് വാർത്ത കണ്ട നിമിഷത്തിൽ അവരെല്ലാവരും ഷെങ്ലിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്. അയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി ആ പരാതി കൊടുത്തത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ ഷുവാനോട് ആ കാര്യം ചോദിച്ചപ്പോൾ ഷുവാൻ അവരോട് പറഞ്ഞു, ഷെങ്ലിയും ബന്ധുക്കളും ഒരു ടൂർ പോയിരിക്കുകയാണ്. എവിടേക്കാണ് ഷെങ്ലിയും ഫാമിലിയും ടൂർ പോയെന്നുള്ള ചോദ്യവും സ്വാഭാവികമായും പോലീസും അതുപോലെ ബന്ധുക്കളും ഹുവാനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് ഹുവാൻ തികച്ചും രസകരമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. എവിടേക്കാണ് പോയെന്ന് എനിക്ക് അറിയത്തില്ല. അവർ 10 പേരുണ്ടായിരുന്നു. ഒരു ഫാമിലി ട്രിപ്പാണ്. അവര് എവിടേക്ക് പോയി അടിച്ചു പൊളിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ. അവര് ഓഗസ്റ്റ് 4-ാം തീയതി വൈകുന്നേരം കട അടച്ചതിന് ശേഷം ടൂർ പോകുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത്രമാത്രമേ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയാവൂ. ഷുവാൻ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കളോട് പങ്കുവച്ചു. ഷുവാനും ഷെങ്ലിയുടെ ബന്ധുക്കളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുമ്പോൾ പോലീസ് ആ വിഷയം ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി. ഷുവാൻ പറയുന്ന കഥ പൂർണ്ണമായി ശരിയാണോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായും പോലീസിനുണ്ട്. ഷെങ്ലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോണുകളിലേക്കും ബന്ധപ്പെടാൻ ഒരു ശ്രമം പോലീസ് നടത്തിയെങ്കിലും ആ ഫോണുകളിലൂടെ ഒന്നും തന്നെ ഷെങ്ലിയെ കോൺടാക്ട് ചെയ്യാൻ പോലീസിന് പറ്റിയില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളുള്ള കാലഘട്ടമല്ല. ലാൻഡ് ഫോണിലൂടെ മാത്രമേ അന്ന് ആളുകൾ ബന്ധപ്പെടാൻ പറ്റൂ. ഷെങ്ലിയെയും അയാളുടെ ബന്ധുക്കളെയും ബന്ധപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ പോലീസ് അയാളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ഹക്സയ്ക്ക് സമീപത്ത് എവിടെയെങ്കിലും താമസമുണ്ടോ എന്ന് തിരക്കുമ്പോഴാണ് ഷെങ്ലിയുടെ ചേച്ചിയുടെ വീടിനെ കുറിച്ച് ഒരു വിവരം പോലീസിന് കിട്ടുന്നത്. പോലീസ് ഷെങ്ലിയുടെ ചേച്ചിയുടെ വീട്ടിലെത്തി. പോലീസ് ആ വീടിന്റെ മുന്നിലെത്തി വീട്ടില് ബെല്ലടിച്ചു. ബെല്ലടിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാം. പക്ഷെ വാതിൽ ആരും തുറക്കുന്നില്ല. സംശയം തോന്നിയ പോലീസ് ആ വാതിലിൽ തൊട്ടപ്പോൾ വാതില് സാധാരണ തുറന്നു. അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചാരിയിരുന്ന ആ വാതിൽ തുറന്ന് പോലീസ് അകത്ത് കിടന്നു. അകത്ത് ആരുമില്ല. പോലീസ് സംഘാംഗങ്ങൾ നടന്ന് അടുക്കളയിലെത്തപ്പോൾ അവിടെ ഒരു ജോലി നടന്നുകൊണ്ടിരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. പച്ചക്കറി അവിടെ ആരോ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് പകുതി അരിഞ്ഞു തീർന്ന ശൈലിയിൽ പച്ചക്കറികൾ അവിടെ ആ ടേബിളിന്റെ പുറത്ത് കാണാം. സ്റ്റൗവിന് മുകളിൽ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ സ്റ്റൗ ഓണാക്കിയിട്ടില്ല. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആള് ജോലി ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വീടിന്റെ വാതിൽ പൂട്ടാതെ
അതിവേഗം പുറത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു നിഗമനമാണ് ആ വീട് മുഴുവൻ പരിശോധിച്ച പോലീസിന് കിട്ടിയത്. എന്തായാലും അതിന്റെ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പോലീസ് നേരെ 8 ഇമ്മോർട്ടൽ എന്ന ഹോട്ടലിലെത്തി. ഷെങ്ലിയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയാണ് ഈ 8 ഇമ്മോർട്ടൽ ഹോട്ടൽ. 8 ഇമ്മോർട്ടൽ ഹോട്ടലിലെത്തിയ പോലീസ് ഷുവാനോട് കാര്യങ്ങളൊക്കെ തിരക്കും. ഷെങ്ലിയുടെ ഫാമിലിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് അവന് വ്യക്തമായ ഉത്തരമുണ്ട്. ഷെങ്ലിയും ഭാര്യയും 5 മക്കളും ഒരു കസിനും ഷെങ്ലിയുടെ അമ്മയുമാണ് ആ ഹോട്ടലിനോട് അനുബന്ധിച്ചുള്ള വീട്ടിൽ താമസിച്ചിരുന്നത്. അവർക്ക് പുറമേ പിന്നെ ഉള്ളത് ചേച്ചിയാണ്. ചേച്ചി താമസിക്കുന്ന വീട് കുറച്ച് ദൂരെയാണ്. ആ വീട്ടിലാണ് പോലീസ് നേരത്തെ പോയത്. ഷെങ്ലിയുടെ ചേച്ചി ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയതിനു ശേഷം ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. കാര്യങ്ങളൊക്കെ ഷുവാൻ അവൻ അറിയാവുന്ന രീതിയിൽ പോലീസിനോട് പറഞ്ഞു. ഷെങ്ലിയും അയാളുടെ ഭാര്യയും മക്കളും ബാക്കിയുള്ളവരൊക്കെ എന്നാണ് ടൂറിന് പോയെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പോലീസ് ഷുവാനോട് ചോദിച്ചു. ഷുവാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ അതേ മറുപടി തന്നെ ആവർത്തിച്ചു. ആഗസ്റ്റ് 4 വൈകുന്നേരമാണ് ഷെങ്ലി കൂട്ടരും ടൂറിന് പോയത്. ഷെങ്ലിയുടെ കയ്യിൽ നിന്ന് ഷുവാൻ ആ കട നേരത്തെ എഴുതി വാങ്ങിച്ചതാണെങ്കിലും ആ കടയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഷെങ്ലിയും അയാളുടെ ബന്ധുക്കളും തുടർന്നും സഹകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇതിനിടയിൽ ഷുവാൻ പോലീസിനോട് പറയുകയും ചെയ്തു. ഷുവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് പോലീസ് അവിടെ നിന്ന് പുറത്തിറങ്ങി. സ്റ്റേഷനിലേക്ക് മടങ്ങിയ പോലീസിന് അതുവരെ കേട്ട കാര്യങ്ങൾ ഒരു പഠനം നടത്താൻ ഉള്ളതാണെന്ന് ഒരു ധാരണ ഉണ്ടായി. പോലീസിന്റെ ആ ടീമിൽ കുറച്ച് ആളുകളുണ്ട്. അവർ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഷുവാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ശരിയാണോ എന്നൊരു സംശയമാണ് അവർക്കുള്ളത്. ഷുവാൻ പറഞ്ഞ കാര്യം തള്ളിക്കളയും വേണ്ട, അതേസമയത്ത് കൂടുതൽ അന്വേഷിക്കും വേണമെന്നുള്ള ഒരു ധാരണയിലേക്ക് പോലീസ് എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 8 ഇമ്മോർട്ടൽ എന്ന ഹോട്ടലുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളെ പോലീസ് പതുക്കെ തിരക്കി കണ്ടുപിടിച്ചു. ഓഗസ്റ്റ് 4 വൈകുന്നേരം ഷെങ്ലിയും കുടുംബവും അവിടെ നിന്ന് ടൂർ പോയി എന്നാണ് ഷുവാൻ പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥ പോലീസ് നടത്തുന്നത്. പാല് കൊണ്ടുവരുന്ന ആള്, ഇറച്ചി കൊണ്ടുവരുന്ന ആള്, അങ്ങനെ പല ആളുകളും ആ ഹോട്ടലിൽ സ്ഥിരം വരുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച പോലീസ് ഇറച്ചി കൊണ്ടുവരുന്ന പയ്യനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൻ ഷെങ്ലിയെ ഓഗസ്റ്റ് 4 ഉച്ചയ്ക്ക് കണ്ട കാര്യം പോലീസോട് പറഞ്ഞു. ആഗസ്റ്റ് 4 ഉച്ചയ്ക്ക് ഹോട്ടലിൽ മീറ്റ് ഡെലിവറി ചെയ്യാനായി എത്തിയ ആ ചെറുപ്പക്കാരനോട് ഷെങ്ലി പിറ്റേന്ന് രാവിലെ കൊണ്ടുവരേണ്ട ഇറച്ചിയുടെ ഓർഡർ കൊടുക്കുകയും ചെയ്തു. ഷെങ്ലി പറഞ്ഞ അനുസരിച്ച് പിറ്റേന്ന് രാവിലെ ആ ചെറുപ്പക്കാരൻ ഷെങ്ലി നൽകിയ ഓർഡർ അനുസരിച്ചുള്ള ഇറച്ചിയുമായി ഹോട്ടലിലെത്തിയപ്പോൾ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടിരിക്കുകയാണ്. 3 ദിവസത്തേക്ക് ഹോട്ടൽ അവധിയായിരിക്കും എന്നാണ് ആ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹോട്ടൽ അവധി കൊടുക്കാനായി തീരുമാനിച്ച ഷെങ്ലി പിന്നെ എന്തിന് രാവിലെ ഇറച്ചി കൊണ്ടുവരണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ പോലെ ആ ചെറുപ്പക്കാരൻ അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവൻ ആ കാര്യങ്ങൾ ഓർത്തു വെച്ചിരുന്നതും പോലീസ് ചോദിച്ചപ്പോൾ ആ കാര്യം പോലീസിനോട് പറഞ്ഞത്. ആ ഡെലിവറി ബോയ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. ഓഗസ്റ്റ് 4 വൈകുന്നേരം ഷെങ്ലിയും കുടുംബവും ഒരു ടൂർ പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് ഓർഡർ നൽകി? ആ ഭാഗത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഷെങ്ലിയും ഷെങ്ലിയുടെ ബന്ധുക്കളുമായി 9 ആളുകൾ ആ ഹോട്ടലിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലുണ്ടായിരുന്നു. അവർക്ക് പുറമെ പിന്നീടുള്ളത് ഷെങ്ലിയുടെ സഹോദരിയാണ്. അവർ കുറച്ച് മാറിയുള്ള വീട്ടിലാണുള്ളത്. എന്തായാലും ആ 10 ആളുകളെ ഇപ്പൊ കാണാനില്ല. ആ 10 പേരും എവിടെ പോയി എന്നുള്ള കാര്യം അറിഞ്ഞല്ലേ പറ്റൂ. ഷെങ്ലിയെ കോണ്ടാക്ട് ചെയ്യാൻ പോലീസും ഷെങ്ലിയുടെ ബന്ധുക്കളും ചേർന്ന് അവർക്ക് പരിചയമുള്ള എല്ലാ ഫോണുകളിലേക്കും വിളിച്ചു. ബന്ധുക്കളായ ബന്ധുക്കളും സുഹൃത്തുക്കളായ സുഹൃത്തുക്കളും ഒക്കെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അവരെല്ലാം തീർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരാരും ഷെങ്ലിയെ ഓഗസ്റ്റ് 4 ശേഷം കണ്ടിട്ടേയില്ല. ഷെങ്ലി അവരെ ആരെയും അതിനുശേഷം വിളിച്ചിട്ടുമില്ല. ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഷെങ്ലിയോ ഷെങ്ലിയുടെ ബന്ധുക്കളോ ചെന്നിട്ടില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഷെങ്ലിയുടെയും കുടുംബത്തിന്റെ തിരോധാനം ശരിക്കും ഒരു തലവേദനയായി പോലീസിന് അനുഭവപ്പെട്ടു തുടങ്ങി. ഷെങ്ലിയുടെ ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ഷെങ്ലിയുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അന്വേഷണം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് അവസാനം അവര് ഒരു ആളിലെത്തുന്നത്. ലാഹോൻ ആഗസ്റ്റ് 4 രാത്രി 9 മണിയോടുകൂടി
ഈ 8 ഇമ്മോർട്ടൽ വന്നിരുന്നു. ഷെങ്ലിയുടെ സുഹൃത്താണ് ഈ ലാഹോൻ. ലാഹോൻ ആ ഹോട്ടലിൽ എത്തുമ്പോൾ ഷെങ്ലിയും അയാളുടെ ആ ബന്ധുക്കളും ചേർന്ന് ആ ഹോട്ടൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അയാൾ കണ്ടത്. ഷെങ്ലി അങ്ങനെ ചെയ്യുന്നത് അതിനു മുമ്പും ഇയാൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പുതുമയൊന്നും ലാഹോന് തോന്നിയതുമില്ല. ലാഹോൻ പറഞ്ഞതനുസരിച്ച് ഷെങ്ലിയും അയാളുടെ ബന്ധുക്കളും രാത്രി 9 മണി വരെ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഹുവാന്റെ മൊഴി അനുസരിച്ച് വൈകുന്നേരത്തോട് തന്നെ ഷാങ്ലിയും കൂട്ടരും ആ ഹോട്ടലിൽ നിന്ന് ടൂർ പോവുകയും ചെയ്തു. ഹുവാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണോ അതോ പറഞ്ഞപ്പോൾ സമയം തെറ്റിപ്പോയതാണോ? പോലീസിന് ആ ഭാഗത്ത് ഒരു ക്ലാരിറ്റി വേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ ഷുവാനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പോലീസ് വിളിച്ചതനുസരിച്ച് സ്റ്റേഷനിലെത്തിയ ഹുവാനോട് പോലീസ് തിരക്കിയത് മറ്റൊരു കാര്യമാണ്. എങ്ങനെയാണ് ഷെങ്ലിയെ ഹുവാൻ പരിചയപ്പെട്ടെന്നാണ് അവർക്ക് അറിയേണ്ടത്. ഹുവാൻ ഷെങ്ലിയെ പരിചയപ്പെട്ട കഥ പോലീസിനോട് പറഞ്ഞു. ഹുവാൻ യഥാർത്ഥത്തിൽ ഈ മക്കാവിലുള്ള ആളല്ല. അയാള് വൻകരയിൽ നിന്ന് മക്കാവിലെത്തിയ ആളാണ്. ശരിക്കും ഗാംബ്ലിങ്ങിൽ താല്പര്യമുള്ള കക്ഷിയാണ് ഹുവാൻ. ഹുവാൻ മക്കാവിലെത്തി ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് സജീവമായിരിക്കുമ്പോഴാണ് 8 ഇമ്മോർട്ടൽസിന് സമീപമുള്ള ഒരു ഗാംബ്ലിംഗ് സൈറ്റിൽ വെച്ച് ഹുവാൻ ഈ ഷെങ്ലിയുടെ ഭാര്യയും ഷെങ്ലിയും കാണുന്നത്. ഹുവാൻ ശരിക്കും ആ ഗാംബ്ലിംഗ് സൈറ്റിലുണ്ടായിരുന്ന പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കഥാപാത്രമാണ്. ഹുവാൻ ഗാംബിൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നത് വളരെ കൗതുകത്തോടെയാണ് ഷെങ്ലിയും ഷെങ്ലിയുടെ ഭാര്യയും കണ്ടത്. ഹുവാന്റെ ഗാംബ്ലിംഗ് എബിലിറ്റി തിരിച്ചറിഞ്ഞ ഷാങ്ലിയും ഭാര്യയും ഹുവാന് പൈസ കൊടുത്ത് ഹുവാനെ കൊണ്ട് ഗാംബ്ലിംഗ് ചെയ്യിപ്പിക്കും. ശരിക്കും ഹുവാൻ ആ മേഖലയിൽ ഒരു മിടുക്കനായിരുന്നതുകൊണ്ട് തന്നെ അവന്റെ പ്രഡിക്ഷൻസ് ഒക്കെ കറക്റ്റായി വരും. പലതരത്തിലുള്ള ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഗാംബ്ലിംഗ് സൈറ്റിലാണ് യഥാർത്ഥത്തിൽ ഈ ഹുവാനും ഷാങ്ലിയും ഭാര്യയൊക്കെ ചെല്ലുന്നത്. അവരുടെ അടുപ്പം കൂടിക്കൂടി വന്നു. അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഷുവാന് വേറെ ജോലിയൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം ഷാങ്ലിയും ഭാര്യയും അറിഞ്ഞു. അവർ ഹുവാനെ കൂടി അവരുടെ ഹോട്ടലിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. 8 ഇമ്മോർട്ടൽ എന്ന ഹോട്ടലിൽ സപ്ലൈയുടെ ജോലിയാണ് ഹുവാന് ഷെങ്ലി കൊടുത്തത്. സപ്ലയറായി ജോലി കിട്ടിയ ഹുവാന് താമസിക്കാനുള്ള ഒരു സ്ഥലം കൂടി ഷെങ്ലി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഷെങ്ലിയുടെ വീടിന്റെ മുകളിൽ തന്നെയുള്ള ഒരു മുറിയാണ് ഹുവാന് താമസിക്കാനായി ഒരുക്കിയത്. ഷെങ്ലിയുടെ വീട്ടിൽ താമസിക്കുന്ന ഹുവാൻ ഏകദേശം ഒരു 7-8 മാസക്കാലം ഷെങ്ലിയുടെ ആ ഹോട്ടലിൽ സപ്ലയറായി വർക്ക് ചെയ്തിരുന്നു. പകൽ സമയത്ത് സപ്ലയറായി വർക്ക് ചെയ്യുന്ന അവർ രാത്രിയാകുമ്പോൾ ഒന്നിച്ച് ആ ഗാംബ്ലിംഗ് സൈറ്റിലേക്ക് പോവുകയും അവിടെ ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ചെയ്യും. ഹുവാനും ഷെങ്ലിയും ഷെങ്ലിയുടെ ഫാമിലിയും തമ്മിൽ ശരിക്കും ഒരു അടുപ്പം പതുക്കെ ഉണ്ടായി വന്നു. ഇത്രയും കഥ ഹുവാൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ഹുവാനോട് ചോദിച്ചു, നീ ആ ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു, പിന്നെ എങ്ങനെയാ ഷെങ്ലി ഈ ഹോട്ടല് നിനക്ക് എഴുതി നൽകിയത്? സർ, ഞാൻ പണം കൊടുത്താണ് സർ ആ ഹോട്ടൽ വാങ്ങിച്ചത്. ഞാൻ നന്നായി ഗാംബിൾ ചെയ്യുന്ന ആളാണ്. ഗാംബിൾ ചെയ്ത് എനിക്ക് ഒത്തിരി പണം കിട്ടി. ആ പണം ഞാൻ ഷെങ്ലിക്ക് കൊടുത്തപ്പോൾ ഷെങ്ലി ഈ ഹോട്ടൽ എനിക്ക് എഴുതി നൽകിയതാണ്. ഷെങ്ലിയുടെ ആ ഹോട്ടൽ പണം മുടക്കിയാണ് ഹുവാൻ വാങ്ങിച്ചതെന്ന് ഹുവാൻ വ്യക്തമായി തന്നെ പോലീസിനോട് പറഞ്ഞു. ഹുവാൻ ഇത്രയും പറഞ്ഞതും പോലീസ് നിർണായകമായ ആ ചോദ്യം ഹുവാനോട് ചോദിച്ചു, അല്ല ഹുവാൻ, ഈ ഷെങ്ലിയും അയാളുടെ ബന്ധുക്കളും എപ്പോഴാണ് ആഗസ്റ്റ് 4-ന് ടൂറ് പോയത്? സാർ, അവര് വൈകുന്നേരത്തോടുകൂടി പോയി. എന്നാൽ കൃത്യം എത്ര മണിക്ക് പോയി കാണും? സാർ, ഒരു 5 മണി കഴിഞ്ഞപ്പോൾ അവർ പോയായിരുന്നു. ഉറപ്പാണോ? ഉറപ്പാണ്. ഹുവാൻ ഷെങ്ലിയും കുടുംബവും വൈകുന്നേരം 5 മണിയോടുകൂടി ആ ഹോട്ടലിൽ നിന്ന് ടൂറ് പോയി എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും പോലീസ് ഹുവാനെ കസ്റ്റഡിയിലെടുത്തു. അവനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അവനോട് പറയുകയും ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്ന ചോദ്യത്തിന് പോലീസ് അവരോട് പറഞ്ഞത് വളരെ രസകരമായ ഒരു ഉത്തരമാണ്. ഹുവാൻ, 5 മണിക്ക് ആ ഹോട്ടലിൽ നിന്ന് പോയ ഷെങ്ലിയും അയാളുടെ ബന്ധുക്കളും ഒക്കെ രാത്രി 9 മണിക്കും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാം. നീ ഞങ്ങളോട് കള്ളം പറഞ്ഞതുകൊണ്ട് തൽക്കാലം നിന്നെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. താൻ പറഞ്ഞ മറുപടി പോലീസിൽ സംശയം ഉണ്ടാക്കിയെന്ന് അപ്പോഴാണ് ഹുവാന് മനസ്സിലാകുന്നത്. ഹുവാനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച പോലീസ് ഹുവാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരക്കി തുടങ്ങി. ഹുവാൻ പറഞ്ഞനുസരിച്ച് ഹുവാൻ വൻകരയിൽ നിന്ന് മക്കാവിലെത്തിയ ആളാണ്. ആ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയുക എന്നുള്ളതാണ് പോലീസിന്റെ ആദ്യത്തെ ദൗത്യം. പോലീസ് ഹുവാനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ഹുവാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട്. അവൻ വൻകരയിൽ നിന്നല്ല മക്കാവിലെത്തിയത്. അവൻ യഥാർത്ഥത്തിൽ മക്കാവിൽ തന്നെ മറ്റൊരു സ്ഥലത്തുള്ള ആളാണ്.
മക്കാവുലെ വിങ്ഷു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അവൻ യഥാർത്ഥത്തിൽ ഈ 8th ഇമോർട്ടൽ ഇരിക്കുന്ന ആ മേഖലയിലേക്ക് വരുന്നത്. വിങ്ഷുവിൽ ഹുവാനെ കുറിച്ച് തിരക്കിയ പോലീസിന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ കിട്ടി. വിങ്ഷുവിലെ ഒരു ലാൻഡ് ലോഡിനെ കുത്തിക്കൊന്നതിന് ശേഷം അയാളുടെ മകളുമായി നാടുവിട്ട കക്ഷിയാണ് ഈ ഹുവാൻ. ആ പെൺകുട്ടിയുമായിട്ടാണ് അയാൾ യഥാർത്ഥത്തിൽ ഈ 8th ഇമോർട്ടലുള്ള ആ ബീച്ചിലേക്ക് വരുന്നത്. ലാക്സ ബീച്ചിലെത്തിയ ഈ ഹുവാൻ ഗാംബ്ലിങ്ങിന് അടിപ്പെട്ടു പോയിരുന്നു. ഗാംബ്ലിംഗ് നടത്തി വല്ലാത്ത കടക്കണിയിലായ ഹുവാൻ അവസാനം ഭാര്യ വരെ ആ ഗാംബ്ലിംഗ് കേന്ദ്രത്തിൽ പണയം വെക്കുകയാണ് ഉണ്ടായത്. സെപ്റ്റംബർ 28-നാണ് പോലീസ് ഹുവാനെ കസ്റ്റഡി എടുത്തത്. ഒക്ടോബർ 2 ഹുവാനെ കുറിച്ചുള്ള ഇത്രയേറെ കാര്യങ്ങൾ പോലീസ് കളക്ട് ചെയ്തത്. സ്വന്തം ഭാര്യ വരെ പണയം വെച്ച് കളിച്ച കഥാപാത്രമാണ് ഹുവാൻ എന്നറിഞ്ഞപ്പോൾ പോലീസിന് ഹുവാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കളവുണ്ടെന്ന് കൃത്യമായും വ്യക്തമായിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ പണയം വെച്ച് കളിച്ച ഹുവാൻ അതിനു മുന്നേ ആ പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിക്കുന്ന കഥാപാത്രം കൂടിയാണ്. ശരിക്കും അവനൊരു കൊലപാതകിയും ഒരു അസാൻമാർഗീയ സ്വഭാവമുള്ള ആളാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഹുവാനെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. ആദ്യമൊന്നും വിട്ടുപറയാൻ ഹുവാൻ തയ്യാറായില്ലെങ്കിലും ഒക്ടോബർ 6 ഹുവാൻ അവസാനം കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതനായി. ഹുവാനും ഷെങ്ലിയുടെ കുടുംബവും തമ്മിൽ അടുപ്പത്തിലായതിനു ശേഷം അവർ ഒരുമിച്ച് ഗാംബ്ലിംഗ് നടത്തുമായിരുന്നു. ഹുവാന്റെ ആ ഗാംബ്ലിംഗ് കഴിവ് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ്. ഹുവാന്റെ ഗാംബ്ലിംഗ് കഴിവിൽ താല്പര്യം തോന്നിയ ഷെങ്ലിയുടെ ഭാര്യ ഹുവാനുമായി മത്സരിക്കാൻ തീരുമാനിച്ചു. മത്സരിക്കാൻ തുടങ്ങുമ്പോഴേ ഹുവാൻ ഷെങ്ലിയുടെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് കേൾക്കാതെ ഷെങ്ലിയുടെ ഭാര്യ ഹുവാനോട് പണം വെച്ച് മത്സരിച്ചു തുടങ്ങി. അങ്ങനെ മത്സരിച്ച് കളിച്ച ഷെങ്ലിയുടെ ഭാര്യ ഹുവാനോട് നിരന്തരമായി തോറ്റു തുടങ്ങി. പതുക്കെ അവർ ഹുവാന് കൊടുക്കാനുള്ള പണം കൂടിക്കൂടി വന്നു. ആ പണം കൂടിക്കൂടി വരുമ്പോൾ തന്നെ ഷെങ്ലിയോടും ഭാര്യയോടും ഹുവാൻ ആ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹുവാന് കൊടുക്കാനുള്ള പണം കൂടിക്കൂടി വന്ന് അത് ഏകദേശം 1,80,000 പട്ടായ ആയി മാറി. അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. ആ പണം എത്രയും പെട്ടെന്ന് വേണമെന്ന് ഹുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആഗസ്റ്റ് 4 രാത്രി 9 മണിക്ക് അവിടേക്ക് ലാഹോൻ കടന്നു വരുന്നത്. ലാഹോൻ കടന്നു വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ ഹോട്ടൽ വൃത്തിയാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷിൽ ഹുവാനും ഉണ്ടായിരുന്നു. ഹുവാനെ അത്ര കാര്യമായിട്ട് ആ സമയത്ത് ലാഹോൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഹോട്ടല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലാഹോൻ കൂടുതലൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ലാഹോൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഹുവാൻ ഷാങ്ലിയുടെ ഭാര്യയോട് പണം ചോദിച്ചു. പണം ചോദിച്ചപ്പോൾ അവർ തർക്കുത്തരം പറഞ്ഞതും ഹുവാൻ ഒരു ബിയർ ബോട്ടിൽ അടിച്ചു പൊട്ടിച്ചിട്ട് അത് ഷാങ്ലിയുടെ ഭാര്യയുടെ കഴുത്തിനെതിരെ പിടിച്ചു. പണം നൽകിയില്ലെങ്കിൽ കുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവര് ഒന്ന് വിരണ്ടു. അവരെ കുറച്ചുകൂടി ഭയപ്പെടുത്താൻ വേണ്ടി ഹുവാൻ അവരുടെ കുട്ടികളെ പിടിച്ച് അവിടെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. കുട്ടികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സ്റ്റേജിലേക്ക് ഹുവാൻ കടന്നപ്പോൾ ഷാങ്ലിയും ഭാര്യയും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായി. ഈ സമയത്താണ് ഷാങ്ലിയുടെ കസിൻ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചത്. അവൻ ഓടാൻ ശ്രമിക്കുന്ന കണ്ടതും അടുക്കളയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഹുവാൻ അവനെ വളഞ്ഞിട്ട് പിടിച്ച് അവനെ ആ കത്തി കൊണ്ട് വെട്ടി. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ വെട്ടുകൊണ്ട് ആ കൊച്ചു പയ്യൻ നിലത്ത് വീണ് പിടയുമ്പോൾ അലമുറയിട്ട് കരയാൻ ശ്രമിച്ച ആ കുട്ടികളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഹുവാൻ അവരെയും വെട്ടി. നിമിഷ നേരം കൊണ്ട് ആ കൊലപാതക പരമ്പര ഷാങ്ലി വരെ കൊല്ലുന്നതിലേക്ക് എത്തി. ഷാങ്ലിയും വകവരുത്തി കഴിഞ്ഞപ്പോഴാണ് ഹുവാന് ഒരു കാര്യം ബോധ്യമായത്. അവിടെ അവരുള്ള കാര്യം ഹാങ്ലിയുടെ സഹോദരിക്ക് അറിയാം. ഹാങ്ലിയുടെ സഹോദരി വഴി പോലീസ് വിവരമറിയും. അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോൾ ഹുവാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഷാങ്ലിയുടെ സഹോദരി താമസിക്കുന്ന വീട്ടിലെത്തി. അവർ യഥാർത്ഥത്തിൽ അവരുടെ വീടിനകത്ത് ആഹാര സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യമായി ഹോട്ടലിലേക്ക് ഉടൻ വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ വാതിൽ ചാരിയിട്ട് പൂട്ടാൻ പോലും നിൽക്കാതെ ഹുവാനൊപ്പം ഓടി ഹോട്ടലിലെത്തുകയായിരുന്നു. ഹോട്ടലിനകത്തേക്ക് അവരെ കയറിയതും ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ഹുവാൻ അവരെ വെട്ടി വീഴ്ത്തി. അങ്ങനെ 10 ആളുകളെയും ഹുവാൻ അവിടെ വെട്ടി വീഴ്ത്തിയ കഥ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് അമ്പരന്ന് ഹുവാനെ തന്നെ നോക്കുകയാണ്. 10 പേരെയും കൊന്നുവെന്നും കൊന്നത് ഹുവാനാണെന്നും ഇപ്പൊ പോലീസിന് വ്യക്തമായി. ടൂറ് പോയി എന്ന് ഹുവാൻ നാട്ടുകാരോടും ബന്ധുക്കളോടും പോലീസിനോടും പറഞ്ഞ ആ 10 പേരെയും ഹുവാൻ കൊന്നതാണെന്നുള്ള കാര്യം ഇതാ ഹുവാൻ പോലീസിന് സമ്മതിക്കുകയാണ്.
ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസ് ഹുവാനോട് ചോദിച്ചു, അവരുടെ ഡെഡ് ബോഡി എന്ത് ചെയ്തു? ആ ചോദ്യത്തിന് ഹുവാൻ ഉത്തരവുണ്ട്. സർ, ആ ബോഡി ഞാൻ കഷ്ണം കഷ്ണമായി മുറിച്ച് കുറേ കഷ്ണങ്ങൾ കടലിൽ കളഞ്ഞു. ബാക്കി പിന്നെ ഞാൻ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി. ഞാനൊരു പുതിയ പോർക്ക് ബൺ 8 ഇമോർട്ടൽ അവതരിപ്പിച്ചിരുന്നു. അതിനകത്ത് ഞാൻ ഉപയോഗിച്ചത് ഈ 10 പേരുടെയും ഇറച്ചിയാണ്. അതിന് ശരിക്കും ഡിമാൻഡായിരുന്നു. അങ്ങനെയാണ് ആളുകൾ ഒരുപാട് അവിടേക്ക് വന്നത്. പോർക്ക് ബൺ എന്ന പേരിൽ യഥാർത്ഥത്തിൽ ഹുവാൻ വിതരണം ചെയ്തത് ആ ഹോട്ടലിലെ മുതലാളിയുടെയും ഭാര്യയുടെയും മക്കളുടെയും കസിൻ്റെയും സഹോദരിയുടെയും ഇറച്ചി ആയിരുന്നുവെന്ന് ഹുവാൻ കൂളായി പറഞ്ഞപ്പോൾ ശരിക്കും അമ്പരപ്പോടെ പോലീസ് ഹുവാൻ അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരിതാ കേൾക്കുന്നത്. ആ നിമിഷത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹുവാനോട് ചോദിച്ചു, അപ്പോ നിന്റെ പേരിലുള്ള ഡോക്യുമെന്റോ? സർ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ശരിക്കും വ്യാജമായിട്ട് അവൻ ഉണ്ടാക്കിയ ഓണർഷിപ്പാണ് അവൻ യഥാർത്ഥത്തിൽ പോലീസിനെ നേരത്തെ കാണിച്ചത്. ഹുവാന്റെ കഥ പെട്ടെന്ന് തന്നെ പോലീസ് പത്രലേഖകരെ വിളിച്ച് അവതരിപ്പിച്ചു. ശരിക്കും പിറ്റേ ദിവസം പത്രങ്ങളിൽ ആ വാർത്ത വന്നതും അത് വായിച്ച ആളുകൾ അമ്പരന്ന് പോവുകയാണ്. ഒരുപാട് ആളുകളാണ് 8 ഇമോർട്ടലിൽ ഈ ദിവസങ്ങളിൽ വന്ന് ആ പോർക്ക് ബൺ കഴിച്ചത്. അവരെ കഴിച്ചത് ആ ഹോട്ടൽ ഉടമയുടെയും കുടുംബത്തിന്റെയും മാംസമായിരുന്നു എന്ന് കേട്ടപ്പോൾ അത് കഴിച്ച ആളുകളൊക്കെ എന്തു പറയണമെന്നറിയാത്ത ഒരു അവസ്ഥയിലെത്തുകയാണ്. ശരിക്കും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ആ ആൾക്കൂട്ടം അങ്ങനെ കടക്കുമ്പോൾ പോലീസ് ഹുവാനെ കോടതിയിൽ ഹാജരാക്കി. അതിവേഗമാണ് വിചാരണ നടന്നത്. വിചാരണയ്ക്കൊടുവിൽ ഹുവാന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹുവാൻ ജയിലിൽ തടവിലായിരിക്കുന്ന സമയത്ത് അവൻ സ്വയം കൈമുറിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഹുവാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ആത്മഹത്യയിൽ അവൻ വിജയിച്ചില്ലെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവന്റെ വധശിക്ഷ കോടതി റദ്ദാക്കി അത് ജീവപര്യന്തമാക്കി. അതിന്റെ കാരണം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. അവനെ ഹോസ്പിറ്റലിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഡോക്ടേഴ്സ് അവന്റെ ആസ്മ രോഗം ഐഡന്റിഫൈ ചെയ്തു. ആസ്മ രോഗിയായ അവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവന്റെ വധശിക്ഷ റദ്ദാക്കി അവനെ ജീവപര്യന്തം തടവിന് വിധിക്കാൻ കോടതി പിന്നീട് നിർബന്ധിതമായത്. ആ ജയിലിൽ വെച്ച് തന്നെ ഹുവാൻ ആസ്മ ബാധിതനായി 12 കൊല്ലങ്ങൾക്ക് ശേഷം മരണപ്പെട്ട വിവരം പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ശരിക്കും ആ മക്കാവുവിലെ ആ 8 ഇമോർട്ടലിന് മുന്നിലുള്ള ആളുകളൊക്കെ ആഹ്ലാദത്തോടെ ആഘോഷിച്ച വിവരം പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ആളുകളെ കൊണ്ട് മനുഷ്യ ഇറച്ചി തീറ്റിപ്പിച്ച ഹുവാന്റെ കഥ മക്കാവുവിൽ ഇപ്പോഴും ഒരു ലെജൻഡായി അങ്ങനെ നിലനിൽക്കുകയാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് TV സീരിയലുകളും സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. പല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഇറച്ചിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഈ കഥ നിങ്ങൾ ഓർക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കഥ യഥാർത്ഥത്തിൽ നിങ്ങളോട് പറഞ്ഞത്. കമന്റിൽ ചെയ്യുമല്ലോ. താങ്ക് യു.